നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഏതായാലും തിരുവനന്തപുരത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തിയതോടുകൂടി തിരുവനന്തപുരത്തുകാർക്ക് ശനിദശ മാറിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്ത് ഇപ്പോൾ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഓടിയെത്തി നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ നോക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പിണറായി വിജയന്റെ മരുമകൻ റിയാസ് മുതലാളിയും ഒക്കെ പേടിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഏതായാലും മുഖ്യമന്ത്രിയെ പേടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആദ്യം സിദ്ധാർത്ഥിന്റെ അച്ഛൻ വന്ന് രാജീവ് ചന്ദ്രശേഖറെ കാണുന്നു. സിദ്ധാർത്ഥിന്റെ അച്ഛൻ രാജീവ് ചന്ദ്രശേഖറെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട്, CBI ഇതുവരെ കേസ് ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോഴാണ് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് പെർഫോമ റിപ്പോർട്ട് അടക്കം CBI അന്വേഷണത്തിന് ആവശ്യമായ ട്രാൻസ്ലേഷൻ അടക്കമുള്ള രേഖകളൊന്നും തന്നെ ഡൽഹിയിൽ എത്തിച്ചിട്ടില്ല. അപ്പോൾ തന്നെ കേരളത്തിലെ സർക്കാർ ഇവിടെ നിന്നും ഒരു ഉദ്യോഗസ്ഥനെ ഡൽഹിയിലേക്ക് അയച്ച് ഇതൊക്കെ അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞു. CBI അന്വേഷണത്തിനായി ഒരു ഓർഡർ ഉണ്ടാക്കി. ആ ഓർഡർ സാധാരണഗതിയിൽ അതിൽ പെർഫോമ റിപ്പോർട്ട്, ഇതുവരെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ചേർത്തുകൊണ്ടുള്ള റിപ്പോർട്ടും അതിനൊപ്പം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൂടി നൽകേണ്ടതുണ്ട്. ഇപ്പോൾ അങ്ങനെ നേരത്തെ ഉണ്ടാകാതിരുന്നത്, നേരത്തെ ഒരു ഉണ്ടാക്കിയ ഓർഡർ മാത്രം കൊണ്ടുവന്ന് കൊച്ചിയിലെ CBI ആസ്ഥാനത്തേക്ക് കൈമാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് കാര്യമില്ല, ഈ മുഴുവൻ റിപ്പോർട്ടുകൾ കൊടുത്തെങ്കിൽ മാത്രമേ CBIക്ക് കേസ് ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന് അന്വേഷിക്കാൻ പോലും കഴിയുള്ളൂ. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ ആ വിഷയത്തിൽ ഇടപെട്ടു എന്ന് മനസ്സിലായതോടുകൂടി പെർഫോമ റിപ്പോർട്ടും ബാക്കിയുള്ള രേഖകളുമെല്ലാം ഡൽഹിയിൽ എത്തിക്കാമെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത്, കഴിഞ്ഞ ദിവസമാണ് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലും റോഡ് പണി നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായത് നമ്മുടെ വഴുതക്കാട് ആ ട്രാഫിക് സിഗ്നലിന്റെ ആ ഭാഗം മുതൽ ആൽത്തറ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ റോഡുകൾ ബ്ലോക്കാക്കി, അവിടേക്ക് വരുന്ന എല്ലാ വഴികളും ബ്ലോക്കാക്കി ഫോറസ്റ്റ് ആസ്ഥാനത്തേക്ക്, DGPയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഒക്കെ വരാനുള്ള എല്ലാ സംവിധാനവും അടച്ചിരുന്നു. ശ്രീമൂലം ക്ലബിന് വഴിയുണ്ട്, ട്രിവാൻഡ്രം ക്ലബിനും വഴിയുണ്ട്. പണക്കാരുടെ 2 ക്ലബ്ബുകൾക്ക് മാത്രം എത്താം. അതേപോലത്തെ അവസ്ഥയിലായിരുന്നു. ശ്രീമൂലം ക്ലബിലേക്ക് എത്തുന്ന വഴി റോഡിലൂടെ തന്നെ വരാമെങ്കിൽ ട്രിവാൻഡ്രം ക്ലബിലേക്ക് പാലോട്ടുകോണം റോഡിലൂടെ കയറി ഉദാരശിരോമണി റോഡിലെത്തി അതിൻ്റെ ചിന്മയയുടെ ബാക്കിലുള്ള വഴിയിലൂടെ ട്രിവാൻഡ്രം ക്ലബിലേക്കും എത്താമായിരുന്നു. ഈ 2 ക്ലബിലേക്കല്ലാതെ എങ്ങോട്ടേക്കും ജനങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ല. ഒരു പക്ഷേ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു, DGP മതിൽ ചാടിയാണോ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തുന്നതെന്ന്. ഇപ്പോൾ DGPക്ക് ഒരു പക്ഷേ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തേണ്ട കാര്യം ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ അവിടെ പ്രത്യേകിച്ച് പണികളൊന്നും നടക്കുന്നില്ല, വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ കാശില്ല, ഫോൺ കട്ടാണ്, പോലീസ് ആസ്ഥാനത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നും കിട്ടിയില്ലെങ്കിലും വന്നില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ആ വഴികളെല്ലാം അടച്ച് ഒരു വഴിയിലൂടെ പോകാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. ഏതായാലും മിനിഞ്ഞാന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു 31-ന് പണി തീർക്കുമെന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നത്. സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിലും ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ 31-ന് പണി തീർക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. ഏതായാലും 31-ന് പണി തീർന്നില്ല, ഇത്രയും ദിവസമായിട്ടും പണി തീർന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ സന്ദർശിക്കുകയും ചെയ്തു. ഏതായാലും ഒരു കാര്യമുണ്ട്, ഇന്നലെ വൈകുന്നേരം മുതൽ അവിടെ ആ ഒരു റോഡ്, അതായത് നേരത്തെ അശാസ്ത്രീയമായ എല്ലാ റോഡുകളും അവിടെ പൊളിച്ച് വാരി അവിടെ വലിയ വലിയ കുഴികൾ, ഡിഗ്ഗിങ് പോലെ, അതായത് മൈൻസിലൊക്കെ ഡിഗ് ചെയ്യുന്ന പോലുള്ള കുഴികൾ കുഴിച്ചിട്ടിരുന്ന സ്ഥലത്ത് ഇന്നലെ ആ റോഡൊക്കെ ക്ലീനാക്കി ഒരു സൈഡ് മുഴുവൻ ഇപ്പോൾ ടാറൊക്കെ ചെയ്ത് വൃത്തിയാക്കി ആ വഴിയിലൂടെ മാനവീയം വീഥി വഴി നമുക്ക് പോകാവുന്ന റോഡ് തുറന്നു. മറ്റേ മാനവീയം വീഥിയിലെ റോഡ് അടച്ചിട്ടിരിക്കുന്നു, ആൽത്തറ വഴി ഇറങ്ങുന്ന റോഡ് അടച്ചിട്ടിരിക്കുന്നു, പുറത്തേക്ക് അതായത് ഫോറസ്റ്റ് ആസ്ഥാനത്തിന് മുമ്പിലേക്ക് എത്തുന്ന റോഡ് അടച്ചിരിക്കുന്നു. അങ്ങനെ സർവ്വ സ്ഥലത്തും റോഡ് അടച്ചിരുന്നിടത്ത് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് അവിടെ കിടന്ന കമ്പിയും സാധനങ്ങളുമൊക്കെ സൈഡിലേക്ക് മാറ്റിയിരിക്കുന്നു. വളരെ വൃത്തിയായി ഒരു റോഡ് ഗതാഗത യോഗ്യമാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഇച്ഛാശക്തിയുള്ള ഒരു MP ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനമുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. ഏതാണ്ട് കഴിഞ്ഞ ഒരു 6 മാസമായി തിരുവനന്തപുരത്ത് റോഡ് പണിയാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുമ്പ് എല്ലാ റോഡുകളും തീർക്കുമെന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നത്. പക്ഷേ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞിട്ടും ഒരു റോഡും തീർന്നില്ല. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞപ്പോൾ അടുത്ത ആറ്റുകാൽ പൊങ്കാലയുടെ സമയമാകാൻ പോകുന്നുവെന്ന് തോന്നുന്നു. ആ സമയമായിട്ട് പോലും ഈ റോഡ് പണിയൊന്നും തീർന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോൾ ആ റോഡും ഗതാഗത യോഗ്യമാക്കിയിരിക്കുന്നു. ഏതായാലും 15 കൊല്ലം ശശി തരൂർ ഭരിച്ചിട്ടും 15 കൊല്ലം MP ആയിട്ട് ഇരുന്നിട്ടും ഒന്നും തന്നെ ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഏതായാലും രാജീവ് ചന്ദ്രശേഖറിൻ്റെ വളരെ കുറച്ച് കാലത്തെ പ്രവർത്തനം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ മേൽനോട്ടം കൊണ്ട് കാര്യങ്ങളൊക്കെ നന്നായി വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ പോയി നോക്കിയ വഴി അത് വളരെ പെട്ടെന്ന് തന്നെ തീർന്നപ്പോൾ വളരെ ആശ്വാസമാണ് ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. ട്രാഫിക് ബ്ലോക്കും ചെറിയ രീതിയിൽ ഇപ്പോൾ ടൗണിലെ കുറവായി വരുന്നുണ്ട്. ഏതായാലും പിണറായി വിജയനും മരുമകനുമൊക്കെ പേടിച്ചു തുടങ്ങിയിരിക്കുന്നു. നോക്കാൻ ആളുണ്ട്, അതുകൊണ്ട് തന്നെ പണി എത്രയും വേഗത്തിലാക്കണമെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി
കാര്യം നടക്കും എന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ ആ ക്യാച്ച് വേർഡ് തന്നെ അത് വ്യക്തമാക്കുന്നതാണ്. അത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ കാര്യം നടക്കുന്നുണ്ട്. ഇനി കാര്യം നടക്കും എന്നുള്ളത് കറക്റ്റാണ്, സത്യമാണ്, അത് കൃത്യം തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.